السلام عليكم ورحمة الله وبركاته. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. സ്നേഹബഹുമാനമുള്ള സഹോദരങ്ങൾ, നമ്മുടെ പ്രിയങ്കരായ ഇമാം ഹസ്രത്ത് ഖലീഫത്തുള്ള മുനീർ അഹ്മദ് അസീം അയ്യദഹുല്ലാഹു തആല ബിൻ സുൽ അസീസ് നമുക്ക് നൽകുന്ന വിശുദ്ധ ഖുർആൻ വിശദീകരണ പാഠങ്ങളിൽ സൂറ ആൽ ഇമ്രാനിലെ 130-ാമത്തെ വചനമാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. അല്ലാഹു തആല പറയുന്നു: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. വലില്ലാഹി മാ ഫിസ് സമാവാതി വമാ ഫിൽ അർളി യഗ്ഫിറു ലിമൻ യശാ വയുഅദ്ദിബു മൻ യശാ വല്ലാഹു ഗഫൂറുർ റഹീം. വലില്ലാഹി, അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ടതാണ് മാഫിസ് സമാവാത്തി, ആകാശങ്ങളിൽ ഉള്ളതെല്ലാം, വമാ ഫിൽ അർളി, ഭൂമിയിലുള്ളതെല്ലാം. ആകാശങ്ങളിലും ഭൂമിയിലും ഉള്ളതെല്ലാം അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ടതാണ്. യഗ്ഫിറു ലിമൻ യശാ, അവൻ ഉദ്ദേശിക്കുന്നവർക്ക്, യഗ്ഫിറു അവൻ പുറത്തു കൊടുക്കുന്നു, ലിമൻ യശാ അവൻ ഉദ്ദേശിക്കുന്നവർക്ക്, വയുഅദ്ദിബു ശിക്ഷയ്ക്ക് വിധേയമാക്കുന്നു, മൻ യശാ അവൻ ഉദ്ദേശിക്കുന്നവരെ. വല്ലാഹു ഗഫൂറുർ റഹീം, അല്ലാഹു ഗഫൂറുൻ അങ്ങേയറ്റം പൊറുത്തു കൊടുക്കുന്നവനാണ്, റഹീമുൻ അങ്ങേയറ്റം കരുണാവാരിധിയുമാണ്. ഈ വചനം ഒരൗദ്യോഗിക പ്രഖ്യാപനമാണ്. നമ്മൾ ഈ കാണുന്നതെല്ലാം മറ്റൊരാളിൻ്റെതാണ്. ആകാശങ്ങളിലേക്കും ഭൂമിയിലേക്കും നാം നോക്കുമ്പോൾ എന്തൊക്കെ കാണുന്നുവോ അതൊക്കെ ഒരു ഉടമസ്ഥൻ ഉണ്ട്, അത് അല്ലാഹുവാണ്. അവൻ്റെ സൃഷ്ടികളാണ് ഈ കാണുന്ന അഖിലവും. അതവൻ ഈ ലോകത്തോട് ചിന്താശേഷി നൽകി അനുഗ്രഹിച്ച മനുഷ്യരോട് അവൻ പറയുന്ന അവൻ്റെ ഔദ്യോഗികമായ അവകാശ പ്രഖ്യാപനമാണ്, എൻ്റേതാണെന്ന്. അവന് മാത്രം അവകാശപ്പെട്ടതാണ്. അവൻ ഉദ്ദേശിക്കുന്നത് എന്താണോ അതവൻ ചെയ്യും. അതിനുള്ള കഴിവുള്ളവനാണ്. ഇങ്ങനെയുള്ള ഒരു സൃഷ്ടാവിനെയാണ് നമ്മളോട് ആരാധിക്കുവാൻ പറയുന്നത്.
അവനൊരു പങ്കുകാരെയും വയ്ക്കുവാൻ പാടില്ല. ഖലീഫത്തുള്ള പറയുന്നു, ടു അല്ലാഹ് ബിലോങ്സ് ഓൾ ദാറ്റ് ഈസ് ഇൻ ദ ഹെവൻസ് ആൻഡ് എർത്ത്. ആകാശങ്ങളിലും ഭൂമിയിലും നിങ്ങൾ നോക്കിക്കാണുമ്പോൾ കാണാൻ കഴിയുന്നത് എന്തൊക്കെയോ ഇനി നോക്കിക്കാണാൻ കഴിയാത്ത ഒരുപാട് സാധനങ്ങൾ ഈ ഭൂമിയിലും നമ്മളിലുമൊക്കെ ഉണ്ട്. അതിൻ്റെ എല്ലാം അവകാശി അവനാണ്. He forgives whomever he pleases and chastises whomever he pleases. അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ പുറത്തു കൊടുക്കുകയും അവൻ ഉദ്ദേശിക്കുന്നവരെ അവൻ ശിക്ഷിക്കുകയും ചെയ്യുന്നതാണ്. ആൻഡ് Allah is most forgiving. അങ്ങേയറ്റം പാപപ്രതി കൊടുക്കുന്നവനാണവൻ. അതുപോലെ മോസ്റ്റ് മേഴ്സിഫുള്ളുമാണ് അവൻ. അങ്ങേയറ്റം കരുണാർദ്രനുമാണ്. ഇതിന് നൽകുന്ന വിശദീകരണത്തിൽ ഹസ്രത്ത് ഖലീഫത്തുള്ള പറയുന്നത്, മാസ്റ്ററി ഓഫ് അല്ലാഹ്. ഈ മാസ്റ്റർ എന്ന് പറഞ്ഞാൽ അതിപ്രാവീണ്യം എന്നും നിയന്ത്രണ ശക്തി എന്നുമൊക്കെ നമുക്ക് മലയാളത്തിൽ പറയാൻ പറ്റും. ദ മാസ്റ്ററി ഓഫ് അല്ലാഹ്, അള്ളാഹുവിൻ്റെ അതിപ്രാവീണ്യം അല്ലെങ്കിൽ അവൻ്റെ നിയന്ത്രണ ശക്തി എക്സ്റ്റെൻസ് ഓവർ വൺ ആൻഡ് ഓൾ, എല്ലാത്തിലേക്കും വ്യാപിച്ചു നിൽക്കുകയാണ് അവൻ്റെ നിയന്ത്രണ ശക്തി. ആൾ ക്രിയേഷൻ ഈസ് സബ്സെർവിയൻറ്റ് ടു അല്ലാഹ്. എല്ലാ സൃഷ്ടികളും ഈസ് സബ്സെർവിയൻറ്റ്, അത്യനുവർത്തിയായ നിലയിലാണ് അള്ളാഹുവിന് കീഴ്പ്പെട്ട് നിൽക്കുന്നത്. എല്ലാ ക്രിയേഷൻസും അത്യനുവർത്തി എന്ന് പറഞ്ഞാൽ അവനെ അങ്ങേയറ്റം ആശ്രയിച്ച് മാത്രമേ അതിന് നിൽക്കാനുള്ളൂ. ഇപ്പം നമ്മൾ തന്നെ മനുഷ്യർ വലിയ വീമ്പും പറഞ്ഞ് ഒക്കെയാണ് ഈ ലോകത്ത് ജീവിക്കുന്നത്. പക്ഷേ അവൻ്റെ ആശ്രയമില്ലാതെ ഒരു നിമിഷം പോലും ഈ ഭൂമിയിൽ ജീവിക്കാൻ നമുക്ക് ഈ വായുവും ജലവും ആഹാരവും നമ്മൾ ചവിട്ടി നടക്കുന്ന ഭൂമിയും എല്ലാം വേറൊരുത്തൻ്റെ അവകാശത്തിൽപ്പെട്ടതാണ്. അത് അവൻ ഔദാര്യമായിട്ട് ഇങ്ങോട്ട് തന്നതുകൊണ്ട് നല്ലതുപോലെ ശ്വാസം എടുക്കുന്നു, നല്ലതുപോലെ ദാഹം ശമിപ്പിക്കുന്നു, നല്ലതുപോലെ വയറ് വീർപ്പിക്കുന്നു. ഇതെല്ലാം വേറെ ഒരുത്തൻ ദാനമായി ഔദാര്യമായി അവൻ നൽകിയത് കൊണ്ടാണ്. അതുകൊണ്ട് മനുഷ്യ, നിനക്ക് എന്താണ് വീമ്പ് പറയാനുള്ളത്, വമ്പ് പറയാനുള്ളത്? നീ ഒരു വെറും ദാസനാണ്, അത്യനുവർത്തിയാണ്. മറ്റൊരുത്തനെ അങ്ങേയറ്റം ആശ്രയിക്കാതെ കണ്ട് നിനക്ക് ജീവിക്കാനേ സാധ്യം. ഇതുപോലെ ഈ പ്രപഞ്ചത്തിലുള്ള ജീവനുള്ളതും ജീവനില്ലാത്തതുമായ സകല ചരാചരങ്ങളും അവൻ്റെ നിയന്ത്രണ വിധേയത്തിലും അവൻ്റെ ഔദാര്യത്തിലും അതിൻ്റെ അസ്തിത്വം പ്രകടമാക്കിയതാണ്. ഫോർ ഹി ഡെഫിനറ്റ്ലി ഈസ് എവരി വൺസ് ക്രിയേറ്റർ. എല്ലാത്തിൻ്റെയും സൃഷ്ടാവ് അവൻ തന്നെയാണ്. ഗൈഡ്, അതുപോലെ വഴി കാണിച്ചു കൊടുക്കുന്ന വഴികാട്ടിയും അവനാണ്. ഇപ്പോൾ സൂര്യചന്ദ്രാദി നക്ഷത്രാദികളോടൊക്കെ നിങ്ങൾ ഇന്ന സ്ഥലങ്ങളിലൊക്കെ നിന്ന് ഇന്നതുപോലൊക്കെ പ്രവർത്തിക്കണോ എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ തന്നെ നിൽക്കുക പാവങ്ങൾ ആ സേവനവുമായിട്ട്. അങ്ങനെ എല്ലാം അവൻ്റെ നിയന്ത്രണം. ആൻഡ് മാസ്റ്റർ, അവൻ ക്രിയേറ്ററാണ്, അവൻ സൃഷ്ടാവ് ആണ്, ഗൈഡ് വഴി കാണിച്ചു കൊടുക്കുന്നവനുമാണ് കേട്ടോ. ആൻഡ് മാസ്റ്റർ, നിപുണനാണവൻ. അതിനെല്ലാം ഉള്ള വൈശിഷ്ട്യം അവനിലുണ്ട്. ചില പറയുന്നത് ഹെഡ് മാസ്റ്റർ എന്ന് പറയാനല്ല, അതിനിപുണനായ ആളിനെയാണ് ഹെഡ് മാസ്റ്റർ എന്ന് പറയുന്നത്. ഇപ്പോഴത്തെ നമ്മുടെ സ്കൂളിലെ ഹെഡ് മാസ്റ്റർമാരൊന്നുമല്ല, അവൻ ഭയങ്കര മാസ്റ്ററാണ്. ആ കാര്യത്തിൽ അവൻ അതിനിപുണനാണ്. ആൻഡ് ക്രിയേറ്റർ, ഗൈഡ് ആൻഡ് മാസ്റ്റർ. അപ്പോൾ എല്ലാത്തിനെയും സൃഷ്ടിക്കുകയും അതിനെല്ലാം മാർഗദർശനങ്ങൾ നൽകുകയും അതനുസരിച്ച് പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് നോക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന മാസ്റ്ററാണ് അല്ലാഹു തആല. അപ്പം നമ്മൾ മാത്രം ഒരു വഴികാട്ടിയും വേണ്ട, നമുക്ക് തോന്നിയതുപോലൊക്കെ നമ്മൾ പോകും.
തോന്നിയതുപോലൊക്കെ ജീവിക്കും എന്നൊക്കെ തീരുമാനിക്കുകയാണെങ്കിൽ അതിൻ്റെ ദുരന്തങ്ങൾ, അനന്തരഫലങ്ങൾ ഈ ലോകത്തും ഇനി യഥാർത്ഥ ഒരു ലോകം വരുന്ന മരണാനന്തരമാണ് കേട്ടോ. അത് ചിന്തിക്കുന്നവർക്ക് മനസ്സിലാകും ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നവൻ, ഒരു വഴികാട്ടിയായവൻ നമ്മോട് പറഞ്ഞു തരികയാണ് ഇത് നിങ്ങൾക്ക് മരണാനന്തരം ഒരു ജീവിതമുണ്ടെന്ന്. അപ്പോൾ ഇതിൻ്റെ അവൻ്റെ എവരി വൺസ് ക്രിയേറ്റർ, ഗൈഡ് ആൻഡ് മാസ്റ്റർ, ടു ഹിം ബിലോങ് ഓൾ ദാറ്റ് വിച്ച് ഈസ് ഫൗണ്ട് ഓൺ എർത്ത് ആൻഡ് എവരിവെയർ ഇൻ ദ യൂണിവേഴ്സ്. ഈ പ്രപഞ്ചത്തിൽ, ഈ ഭൂമിയിൽ എവിടെയൊക്കെ എന്തൊക്കെ നിങ്ങൾ കാണുന്നുവോ അതിൻ്റെ എല്ലാം ക്രിയേറ്റർ അവൻ തന്നെയാണ്. അത് ടു ഹിം ബിലോങ്, അവൻ അവകാശപ്പെട്ടതാണ്, അവന് വേണ്ടിയുള്ളതാണ്, അവൻ്റേതാണ്. പിന്നെ ഇതൊക്കെ എടുത്ത് ഉപയോഗിക്കാൻ വേണ്ടി ഒരു അനുവാദം തന്നിങ്ങോട്ട് വിട്ടതാണ്. ഇൻ ദ കപ്പാസിറ്റി ഓഫ് ക്രിയേറ്റർ ആൻഡ് ഓണർ. അപ്പോൾ അവൻ്റെ ആ കഴിവ്, സൃഷ്ടാവെന്നുള്ള കഴിവും ഓണർ, ഉടമസ്ഥനും അവനാണ്. അപ്പോൾ നമ്മളൊക്കെ സൃഷ്ടാവുമാണ്, നമ്മുടെ ഉടമസ്ഥനുമാണ് അവൻ. അവനെന്ത് വേണമെങ്കിലും ചെയ്യാം. ഉടമസ്ഥന് എന്തെങ്കിലും ഒരു സാധനം ഉണ്ടെങ്കിൽ അത് അവനെന്ത് വേണമെങ്കിലും അത് ചെയ്യാം. ഹീ ഈസ് മോർ ഇൻക്ലിൻ ടു ഫർഗീവ്. സൃഷ്ടാവും ഉടമസ്ഥനും എന്ന നിലയിൽ അവനെപ്പോഴും കൂടുതൽ ചാഞ്ഞു നിൽക്കുന്നത് ടു ഫർഗീവ്, മാപ്പ് കൊടുക്കാൻ. പാവങ്ങൾ, സാധുക്കൾ ഒന്നും അറിയാതെ അല്ലെങ്കിൽ അറിഞ്ഞുകൊണ്ട് ഒരു തെറ്റ് ചെയ്തു പോയി, അതുകൊണ്ട് മാപ്പ് ചെയ്തു കൊടുക്കുന്ന ഒരു ശീലം അവൻ്റെ സൃഷ്ടി വൈഭവത്തിൻ്റെ കൂടുതലാണ്, ആ കരുണയുടെ കൂടുതലാണ്. കരുണാമൂർത്തിയായവൻ്റെ, ആ കരുണാമൂർത്തിയുടെ ഒരു ശകലം കിട്ടിയ ആളാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് അങ്ങേ അറ്റം പേടിപ്പിച്ച, ബുദ്ധിമുട്ടിച്ച, ശക്തമായ ആക്രമണങ്ങൾ അഴിച്ചുവിട്ട ശത്രു നിരകളെ നോക്കിക്കൊണ്ടെന്ന് ഗോ യു ആർ ഫ്രീ, നിങ്ങൾ പൊയ്ക്കൊള്ളൂ, നിങ്ങൾ സ്വതന്ത്രരാണ് എന്ന് പറഞ്ഞു ലോകത്തിലെ ഒരു ഭരണാധികാരിക്കും അറിയില്ല. അള്ളാഹുവിൽ നിന്നുള്ള ആ മേഴ്സി, അത് ആ അനുകമ്പ, ആ ദയാവായ്പ ആരിലേക്ക് ഇത് വന്നു ചേരുന്നുവോ അവർക്ക് മാത്രം സാധിക്കുന്ന ചില കാര്യങ്ങളാണ് അതൊക്കെ. ടു ഫർഗീവ് ആൻഡ് ഫർഗെറ്റ് റാദർ ദാൻ പണിഷ്. ശിക്ഷിക്കുന്നതിനേക്കാൾ മാപ്പ് ചെയ്യുന്നതിലാണ് ശക്തി, അതിലാണ് കഴിവ്, അതിലാണ് മഹത്വം കുടികൊള്ളുന്നതെന്ന് പഠിപ്പിച്ച അല്ലാഹ്. ബട്ട് വെൻ മാൻ എക്സീഡ്സ് ഓൾ ലിമിറ്റ്സ്, എന്നാൽ എല്ലാ പരിധികളും അതിലംഘിച്ചുകൊണ്ട് മനുഷ്യൻ സഞ്ചാരവീഥി ഒരുക്കുമ്പോൾ ഹീ ഈസ് കമ്പൽഡ് ടു ട്രീറ്റ് ഹിം, അവൻ നിർബന്ധിതനായിത്തീരുന്നു അവനെ ഒന്ന് കൈകാര്യം ചെയ്യാൻ. വിത്ത് ഹിസ് റാഡ്സ്, അവൻ്റെ ക്രോധം ഇറക്കുകയാണ്, ആൻഡ് പണിഷ്മെൻറ്റ്, ശിക്ഷയും ഇറക്കുകയാണ്. അപ്പോൾ നമുക്ക് നടക്കാനും ജീവിക്കാനും നമ്മുടെ കാര്യങ്ങളൊക്കെ നോക്കാനും എല്ലാ കഴിവുകളും നമുക്ക് ഉണ്ടെങ്കിൽ നമുക്ക് താനേ ഒരു അഹന്ത വരും. എടാ ഞാൻ ആരാടാ, എനിക്കാണെങ്കിൽ ഇഷ്ടം പോലെ സമ്പത്ത്, ഇഷ്ടം പോലെ സന്താനങ്ങൾ, ഇഷ്ടം പോലെ ഭൗതിക സുഖ സൗകര്യങ്ങൾ, എനിക്കിനി ആരെയാണ് എന്നുള്ള ഒരു തോന്നൽ അവനിലേക്ക് കടന്നു വരും. അങ്ങനെ അഹന്തയുടെ മേലങ്കി അണിയാൻ തുടങ്ങും. അപ്പോൾ നമ്മളൊക്കെ ആരായി മാറും? നെതന്യാഹു ആരായി മാറും? ഇവരെയൊക്കെ എന്തിനാ ഇങ്ങനെ പാവങ്ങളെ ഇങ്ങോട്ട് ശിക്ഷിക്കുക? ഇതൊക്കെ നമ്മളുടെ വെറും തോന്നലുകളാണ്. ആര് അന്യായമായി ശിക്ഷിക്കപ്പെടുന്നു അപ്പോഴേ അവരെ അങ്ങ് കൊന്നു കളയുന്നു, അവരപ്പോഴേ സ്വർഗത്തിലേക്കാണ്. ഖിലിദ്ഖുലിൽ ജന്ന, നിങ്ങൾ സ്വർഗത്തിൽ പ്രവേശിക്കും. ഒരു സത്യവിശ്വാസി മരണപ്പെടാറാകുന്ന സമയത്ത് ഒരു മലക്ക് വരുമെന്നാണ് പറയുന്നത്. എന്നിട്ട് ആ മലക്ക് അവൻ്റെ തലഭാഗത്ത് വന്നിരിക്കും. ഇരുന്നതിന് ശേഷം പറയും, വിശ്വാസി, നിനക്കിതിനേക്കാൾ നല്ല ഒരു സ്ഥലം ഒരുക്കിയിരിക്കുക, നിന്നെ ഞാൻ അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോവുകയാണ്, അതിനുള്ള ടൈമായി വരികയാണ് എന്ന് പറയും. ഇതൊക്കെ പറഞ്ഞാൽ നമുക്ക് ഇതെന്തോ പേക്കിനാവ് പറയുന്ന പോലെ. യാഥാർത്ഥ്യം നമ്മുടെ മുമ്പിൽ
വരാൻ പോകുന്നു. അപ്പോൾ നമ്മൾ അറിയും. അപ്പോൾ നമ്മൾ പറയും, അല്ലെങ്കിൽ അഖിർ അള്ളാഹു നഫ്സൻ ഇതാ, ഒരല്പസമയം ഒന്ന് വിടുകയാണെങ്കിൽ ഞാൻ എല്ലാം കൊടുക്കാം, എല്ലാ ദാനധർമ്മങ്ങളും സാലിഹീൻ ഉള്ളതെല്ലാം വിറ്റ് പറക്കി നിൻ്റെ വഴി ചെലവഴിക്കാൻ തമ്പുരാനെ വേണ്ടുന്നതെല്ലാം ഞങ്ങൾ ചെയ്ത് നല്ല ജീവിതം നയിച്ചോളാം. ഇത് അവസാനം ഈ വാർത്ത മലക്ക് വന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് പറഞ്ഞാൽ മതിയോ? നിന്നെ അതുപോലെ കറുത്ത മൂടുപടങ്ങളിട്ട ഭയാനകമായ മേലങ്കി അണിഞ്ഞ മാലാഖമാർ വരുന്ന ആളുകളുണ്ട്. അവിടെ അടുത്ത് കാണുമ്പോൾ തന്നെ ഭയവിഹ്വലരായി മാറുന്നു. അപ്പം ഹീസ് കമ്പൽഡ് ടു ട്രീറ്റ് ഹിം. അവനോട് ചില സമീപന രീതികൾ ചെയ്യുവാൻ അവൻ നിർബന്ധിതനായിരിക്കുകയാണ്. വിത്ത് ഹിസ് റാത്ത്, അവൻ്റെ കോപം കൊണ്ടും ആൻഡ് പണിഷ്മെൻറ്റ്, സോ ദറ്റ് ഹി മേ റിട്ടേൺ ടു ദ റൈറ്റ് പാത്ത്. എന്തിനു വേണ്ടിയാണ്? ഒരുപക്ഷെ അവൻ നല്ല പാതയിലേക്ക്, ശരിയായ വഴിയിലേക്ക് മടങ്ങി വന്നേക്കാം. ഇൻ റിപ്പൻറ്റൻസ്, മാപ്പ് ചോദിച്ചുകൊണ്ട്, തെറ്റിപ്പോയി മാപ്പാക്കണം എന്നുള്ള ആ ഒരു പശ്ചാത്താപം അവനുണ്ടാകാനുള്ള ഒരു വഴി എന്ന നിലയിൽ നമ്മളെ ചിലപ്പം എവിടെയെങ്കിലും ഒരിടത്ത് പിടിച്ച് ഇരുത്തും, അല്ലെ കിടത്തും, അല്ലെങ്കിൽ അവസാനം ബാക്കി ഇഹലോക കാര്യങ്ങളൊന്നും ചെയ്യാനൊക്കാത്ത ഒരവസ്ഥയിലേക്ക് നമ്മളെ തള്ളിയിട്ടതിന് ശേഷം അവനെക്കൊണ്ട് ചിന്തിപ്പിക്കുവാനുള്ള അവസാന സമയങ്ങൾ നൽകും. ആൻഡ് റിഫോംഡ്, അങ്ങനെ അവൻ സ്വയം സംസ്കൃതനായിത്തീരുന്നെങ്കിൽ, നല്ലവനായിത്തീരുന്നെങ്കിൽ അവന് രക്ഷാമാർഗം ഒരുക്കുന്നതാണ്. എന്തെല്ലാം കാര്യങ്ങളാണ്, വഴികളാണ് നമ്മുടെ മുമ്പിൽ അല്ലാഹു തആല തുറന്നു വച്ചിരിക്കുന്നതെന്ന് നോക്കൂ. വിശുദ്ധ ഖുർആൻ, വിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങളും നമ്മുടെ മുമ്പിൽ തുറന്നു വച്ചിരിക്കുന്ന ഈ അതിമഹത്തായ യാഥാർത്ഥ്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ ഈ ഭൂമുഖത്ത് ജീവിക്കണം. അങ്ങനെ സ്വർഗീയമായ സുഖം അനുഭവിച്ചുകൊണ്ട് നമുക്ക് അല്ലാഹു അനുവദിച്ചു തന്നിരിക്കുന്ന ദിനരാത്രങ്ങൾ, മണിക്കൂറുകൾ, രാത്രികൾ, പകലുകൾ, മണിക്കൂറുകൾ, മിനിറ്റുകൾ, സെക്കൻഡുകൾ, അത് നമ്മൾ ചെലവഴിക്കണം. അവനെ അറിഞ്ഞുകൊണ്ട്, സൃഷ്ടാവിനെ അറിഞ്ഞുകൊണ്ട്, അവൻ്റെ സൃഷ്ടികളാണ് ഭൂമുഖത്ത് പ്രപഞ്ചത്തിലുള്ളതെന്നറിഞ്ഞുകൊണ്ട്, എല്ലാത്തിനോടും നന്മയോടെ, എല്ലാത്തിനോടും കരുണയോടെ, എല്ലാത്തിനോടും ഉത്തരവാദിത്വ നിർവഹണ ബോധ്യത്തോടുകൂടി ഈ ഭൂമിയിൽ നിങ്ങൾ സ്വർഗീയമായ ഒരു ജീവിതം ജീവിക്കുക. എന്നിട്ട് നിങ്ങൾക്ക് അനന്തമായ സൗഭാഗ്യവീഥിയിലേക്ക് നിങ്ങളെ നാം കൂട്ടിക്കൊണ്ടു പോകുന്നതാണ് എന്നുള്ള ഗ്ലാഡ് ന്യൂസ്, സന്തോഷ വാർത്തകൾ നമുക്ക് നൽകിയിരിക്കുന്നു. എന്നിട്ടും നാം എന്തേ ചിന്തിക്കാതെ പോകുന്നു? അവൻ്റെ പ്രത്യേകമായ ഈ കരവിരുതുകൾ, അവൻ ഒരുക്കി വച്ചിരിക്കുന്ന ഈ പാഠങ്ങൾ, അമൂല്യമായ അധ്യാപനങ്ങൾ, വിശുദ്ധ ഖുർആൻ്റെ എല്ലാ അക്ഷരങ്ങളും അത് അവൻ്റെ സൃഷ്ടിയാണ്. അവൻ എന്തൊക്കെ ചെയ്തുവോ, അവൻ എന്തൊക്കെ ചെയ്യുമോ, അതെല്ലാം അവൻ രേഖപ്പെടുത്തി വച്ചിരിക്കുന്ന അമൂല്യമായ ഗ്രന്ഥസമുച്ചയമാണ്. ഇത് നമ്മൾ നമ്മുടെ ഹൃദയങ്ങളിലേക്ക്, നമ്മുടെ ഹൃദയങ്ങളിലും മസ്തിഷ്കങ്ങളിലും ഇതിൻ്റെ വാഗ്ധോരണികൾ കയറി വരികയാണെങ്കിൽ അത് ഓരോന്നും അതിനനുസരിച്ച് പ്രവർത്തിക്കാൻ തുടങ്ങും. നമ്മുടെ കണ്ണുകളും ചെവികളും നാവുകളും കൈകളും കാലുകളും ചിന്തകളും എല്ലാം അതിനനുഗുണമായിട്ട്, എന്ന് പറഞ്ഞാൽ തനിക്കനുഗുണമായിട്ട് തൻ്റെ രക്ഷാമാർഗം തേടിക്കൊണ്ടുള്ള യാത്ര തുടരുന്നതിന് നിദാനമായി തീരുന്നതാണ്. ഈ പരിശുദ്ധ ഖുർആനെ നമുക്ക് നമ്മുടെ സാക്ഷിയായിട്ട് നാളെ വിചാരണ വേളയിലും വരും. ഇവൻ ഇതുമായിട്ടാണ് കഴിഞ്ഞുകൂടിയിരുന്നത്. അങ്ങനെ സാക്ഷി പറയുവാൻ ഈ വിശുദ്ധ ഖുർആൻ നമുക്ക് ഓരോരുത്തർക്കും അള്ളാഹുവിൻ്റെ മുമ്പിൽ കടന്നു വരുവാൻ പര്യാപ്തമായ നിലയിൽ ഇതിനെ നെഞ്ചകത്ത് സൂക്ഷിക്കുവാനുള്ള തൗഫീഖ് നൽകി അല്ലാഹു തആല നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇൻഷാ അല്ലാഹ്, അള്ളാഹു തൗഫീഖ് ചെയ്യുകയാണെങ്കിൽ അടുത്ത പ്രഭാതത്തിൽ അടുത്ത പുതിയ വചനവുമായി നിങ്ങളുടെ മുമ്പാകെ വരുന്നതാണ്. ജസാക്കുമുല്ലാഹി ഖൈറൽ ജസാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.